അല്ല, ഗിരിയേട്ടൻ ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടാവുമെന്ന് സംശയിച്ചാ വന്നത്. എന്തായാലും നന്നായി. നീ എന്താ ഇവിടെ? അയ്യോ, എന്നെ വഴക്കൊന്നും പറയല്ലേ. ഒരു കടം വിടാൻ വേണ്ടി വന്നതാ. പിടിക്ക്. അച്ഛനാവാൻ പോകുന്ന എന്റെ ഗിരിയേട്ടന് ഒരു മധുരം. എന്താ പറ്റിയ? പിടിക്ക്. ഈ ജയിൽ പുള്ളികളുടെ അവസ്ഥ ഇതാ. ഒരിക്കൽ ജയിലിലായാലേ അവൻ പിന്നെ എന്നേക്കും സമൂഹത്തിന് പുറത്താ. അവനെ കാണുമ്പോ വീട്ടുകാർക്ക് പോലും പേടിയാ. ഈ ജയിലിലാവുന്നവർക്ക് അപ്പച്ചി ബന്ധങ്ങളിൽ കൂടുതൽ വിശ്വാസവും ആഗ്രഹമൊക്കെ തോന്നുന്നത്. ആ ആഗ്രഹം കൊളുത്തി വലിച്ചുകൊണ്ടാ ഞാൻ ഈ പ്രസന്റേഷനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത്. ഏട്ടത്തെങ്കിലും മേടിക്കൂ. സന്തോഷായി അപ്പച്ചി. നീ കേറിയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കൊന്നും വേണ്ട അപ്പച്ചി. അങ്ങനെ അപ്പച്ചി പറഞ്ഞല്ലോ, അപ്പൊ തന്നെ ദാഹം മാറി. മതി. രാവിലെ വിശന്ന് കിടന്നപ്പോ എന്നെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചില്ലേ? മതി, അത്രയും മതി. ഗിരിയേട്ടാ, എന്നാ ഞാൻ പോയേക്കുവാ. പ്രകാശേ, ഒരു കാര്യം. എന്താ ഏട്ടാ? ഇവിടെ വന്നു നീ ചന്ദ്രോത്ത് പോയിരുന്നു അല്ലേ? പോയി. ഏട്ടൻ പറ, എനിക്ക് പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ കാരണം ഒരുപാട് അനുഭവിച്ചല്ലേ ഏട്ടത്തിയുടെ കുടുംബം. അവിടെ ചെന്നൊന്ന് മാപ്പ് പറയണ്ടേ? എന്താ ഏട്ടാ, ഞാൻ പോയത് തെറ്റാണോ? പോയതിൽ തെറ്റൊന്നുമില്ല. എന്തൊക്കെയാ അവിടെ പറഞ്ഞു പിടിപ്പിച്ചത്? എന്താ ഏട്ടാ, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. മീരയുടെ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞു. വേണ്ട ഏട്ടാ, ഏട്ടത്തി കൂടെ ഇവിടെ നിൽക്കുമ്പോൾ അതേക്കുറിച്ചൊന്നും പറയണ്ട. ഏട്ടത്തി പ്രഗ്നന്റ് അല്ലേ? അന്ന് ഏട്ടൻ പറഞ്ഞില്ലേ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയെന്ന്. എന്തായാലും രജനി എല്ലാം അറിഞ്ഞത് തന്നെ. അരുന്ധതി മേഡത്തിന്റെ പേര് നീ എന്തിനാ വലിച്ചിട്ടത്? വലിച്ചിട്ടൊന്നുമല്ല, അതാണ് സത്യം. ഏട്ടത്തി, മീരെ ഇല്ലാതാക്കിയതിന് പുറകില് അരുന്ധതിയാ. പ്രഭാന്റിയുടെ അടുത്ത് അവർക്കുള്ള പകയാ. അന്ന് ഇവിടെയും അതൊക്കെ പറയാൻ തുടങ്ങിയപ്പം ഗിരിയേട്ടൻ എന്നെ തടഞ്ഞു, ഓർമ്മയില്ലേ? പ്രകാശ് സത്യമാണോ പറയുന്നത്? അങ്ങനെ ഒരു കള്ളം പറഞ്ഞോണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഏട്ടത്തി? 100% സത്യ. എന്തായാലും എന്റെ ജീവിതം അവസാനിച്ചു. ഞാനിനി മരണം വരെ കുറ്റവാളി തന്നെ.